കുറച്ച് ദിവസം ഒരു 5-6 ദിവസമായിട്ട് ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ട് ഉമ്മാനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ കുറേ ദിവസം നമ്മൾ ഹോസ്പിറ്റൽ കേസും ആ ഒരു കേസൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കണ ആ ഒരു മൂഡല്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡിസ്ചാർജ് ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പൊ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇന്നാണ് കേട്ടോ ഡിസ്ചാർജ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു 4-5 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അധികമൊന്നും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. യൂട്യൂബിൽ തീരെ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഡിസ്ചാർജൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ ഉമ്മാക്ക് എന്താ പറ്റിയെന്നല്ലേ, ബൈക്കൊന്ന് സ്കിഡായതാണ്. നമ്മുടെ ചിരക്കലില്ലേ, റോഡ് പണിയൊക്കെ നടന്നിട്ട് റോട്ടിലാകെ ഈ പൊടിമണ്ണുണ്ടായിരുന്നു, അതിലൊന്ന് സ്ലിപ്പായതാണ്. ഉമ്മയുടെ കൂടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. ജ്യേഷ്ഠത്തിക്ക് ജസ്റ്റ് കാലിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അത് പെട്ടെന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഉമ്മാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞതാണ്. കാലിന് പൊട്ടില്ല, പക്ഷെ കാലിൽ നല്ല ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ പൊടിയും കയറിയിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മൊത്തം കീറിയിട്ട് തുന്നിയതാണ് കേട്ടോ. അപ്പം അതുപോലെ ഫേസിൽ നല്ലൊരു ഹോൾസ് പോലെ ആയപ്പം ചെറിയൊരു പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തു. അങ്ങനെ ഇതാ നമ്മൾ ഡിസ്ചാർജ് ഒക്കെ പറഞ്ഞ് ഇവരിതാ താഴേക്ക് ആക്കി തരുന്നുണ്ട്. ആ ഒരു ടൈമിൽ അനിയൻ ഇതാ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി മുതലാണ് എനിക്ക് ടെൻഷൻ കൂടുക കേട്ടോ. വീട്ടിൽ സഹായത്തിന് ആരുമില്ലല്ലോ എന്നുള്ള വിഷമം ഭയങ്കര ഉണ്ട്. ഈ ഒരു ടൈമിലാണ് നമുക്കൊരു ജ്യേഷ്ഠത്തി അനിയത്തി ഇല്ലാത്തതിൻ്റെ ഫീലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ 3 കുട്ടികളാണ്. എനിക്ക് 2 അനിയന്മാരും പിന്നെ ഞാൻ ഒരു പെണ്ണ് തന്നെ ഉള്ളൂ. അപ്പം എനിക്കൊരു അനിയത്തി ജ്യേഷ്ഠത്തി ഇല്ല വന്ന് നിൽക്കാനും മാറി നിൽക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. 4-5 ദിവസമായി ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അവർ കാറിൽ മുന്നിൽ വിട്ടിട്ട് ഞാനും ബാക്കിൽ പോകാനാണ് പ്ലാന്. അപ്പോഴാണ് ഓർത്തത് വീട്ടിൽ പോയിട്ടും ഗേറ്റ് തുറക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഒരാൾ വേണ്ട വെച്ച് ഞാൻ വേഗം വണ്ടി മുന്നോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലും വീടും തമ്മിലൊരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പം ഞാൻ ഗേറ്റൊക്കെ തുറന്നപ്പോൾ അവർ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വലിയ അനിയന് ഇവിടെ നാട്ടിലില്ല, ചെറിയ ആളും ഞാനും തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഉപ്പയുണ്ട്, ഉപ്പ എന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോയതാണ്. അപ്പോൾ അവരിതാ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഇപ്പം അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിലാകുമ്പോൾ അതിനുള്ള വേദനൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് അത്ര തന്നെ അറിയില്ല. പക്ഷെ അത് എടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുക. അങ്ങനെ വീട്ടിലേക്ക് കയറ്റാൻ കുറച്ച് പാട് പെട്ടിട്ടുണ്ട്. ആ ഒരു കാലും കൊണ്ടിട്ട് അനിയനും ഇളയമ്മയൊക്കെ പിടിച്ചു കൊടുത്തിട്ട് പിന്നെ വന്ന് ഉമ്മാനെ റൂമിലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിൻ്റെ ശേഷം ഉമ്മാക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓറഞ്ച് ജ്യൂസ് ആകുമ്പോൾ ഉമ്മാക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ക്ഷീണം മാറാനും ബെസ്റ്റ് ആണല്ലോ. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉമ്മാക്ക് അത്ര ഒരു ഇതില്ല ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫേസിലൊരു മുറി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊരു ഇത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജ്യൂസ് അതുപോലെ കഞ്ഞി അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പം ഉമ്മ കൂടുതലായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം അത് ആകുമ്പോൾ ക്ഷീണം മാറും ചെയ്യും. ആ ഒരു ലെവലിൽ ഉമ്മ വന്നടനെ ഞാൻ അതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇക്കതാ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. കാണാൻ വരുന്നു ഗൈസ്. റജിത്താത്തണ്ട്. നിങ്ങൾക്ക് വെള്ളമൊന്നുമില്ല കേട്ടോ. ഉമ്മാനോട് പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുതരണം ചോദിച്ചപ്പോൾ ഉമ്മ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് ചിക്കനൊക്കെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ രാത്രി എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടുകടയിൽ പോയിട്ട് വാങ്ങാരിച്ചിട്ട് പോവാണ്. പിന്നെ നമ്മൾ പോവല്ലേ, നമുക്കുള്ള ഫുഡും കഴിച്ചിട്ട് വരാമെന്നുള്ളൊരു മൈൻഡിൽ പോവാണ്. അവിടെ എളാപ്പാടെ മോനെ ഞാനും അനിയനെയും ആക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ കപ്പ ബിരിയാണി, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഉമ്മാക്ക് കപ്പ വേണമെന്ന് വെച്ചപ്പോൾ അത് വേണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ മുത്തബക്കും കപ്പയൊക്കെ കഴിച്ചിട്ട് ഉമ്മാക്കുള്ള പാർസലായിട്ടാണ് കേട്ടോ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കും നല്ല വിശപ്പുണ്ട്. കാരണം ഞാൻ കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ ഇതുപോലെയാണ് കേട്ടോ ഇത്രയും നേരം നാക്കി. പിന്നെ നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ അടിച്ചിട്ടു ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉമ്മാക്ക് ഇതാ കുറച്ച് ഐറ്റംസൊക്കെ പാർസൽ വാങ്ങിയിട്ട് ഉമ്മാനോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഉമ്മ ബ്രോസ്റ്റ് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിക്കുമോയെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ്റെ കൊക്കവടയും അതുപോലെ അവിടെ നമ്മൾ നൈറ്റിലാണല്ലോ പോണേ, അവിടെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് എന്താ നേരെ വീട്ടിലേക്കാട് പോയിട്ട്